തൃശൂർ പൂരം കലക്കിയത് ആസൂത്രിത പദ്ധതിയാണെന്നാണ് സർക്കാർ വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭാ യോഗം ത്രിതല അന്വേഷണം തീരുമാനിച്ചത്. പൂരം അലങ്കോലമാക്കാൻ ശ്രമം നടന്നുവെന്ന് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിനെ ചുമതലപ്പെടുത്തി. വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായ വീഴ്ചകൾ ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാം അന്വേഷിക്കും. MR അജിത് കുമാറിന്റെ ഭാഗത്തുണ്ടായ വീഴ്ചകളുടെ അന്വേഷണ ചുമതല DGPക്കാണ്. പൂരവുമായി ബന്ധപ്പെട്ട ചുമതലകൾ നൽകിയിരുന്ന വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് ായി ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാം IPSനെ ചുമതലപ്പെടുത്തുന്നു. മൂന്നാമത്തത്, ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി മേധാവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അതേക്കുറിച്ച് പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നു. RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ തൽക്കാലം ADGP അജിത് കുമാറിനെതിരെ നടപടിയെടുക്കേണ്ട എന്നാണ് നിലപാട്. അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം തുടർ നടപടികൾ ചർച്ച ചെയ്യും. ADGPയുടെ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ആ റിപ്പോർട്ട് DGP ഗവൺമെൻറ് നൽകുക. ആ റിപ്പോർട്ട് നൽകുമ്പോൾ DGP ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, അവിടെ എത്താതിരുന്ന കാര്യം. അത് ഒരു പരിശോധനയുടെ ഭാഗമായിട്ടല്ല. അപ്പോൾ പരിശോധന നടക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടന്ന് എന്താണ് ഉണ്ടായ വീഴ്ച എന്ന് കൃത്യമായി കിട്ടണം. അതിനാണ് അദ്ദേഹത്തെ തന്നെ ചുമതലപ്പെടുത്തുന്നത്. DGPയെ തന്നെ. ADGPയാണ് ഈ പറയുന്ന ചുമതല നിർവഹിച്ച ആൾ എന്നുള്ളത് കൊണ്ട് ആ ചുമതലയിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനയിലൂടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ അല്ല, നേരത്തെയുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് അത് ഈ ദിവസങ്ങളിലേക്ക് ലഭിക്കേണ്ടതാണ്. ഏകദേശം ഒരു മാസത്തെ സമയമാണ് അതിന് അനുവദിച്ചിരുന്നത്. അതെ, നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇന്നൊക്കെയാണ്. അപ്പോൾ അത് കയ്യിൽ കിട്ടുന്ന മുറക്ക് അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും വരും. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയും അതിന് റിപ്പോർട്ടും വരികയും ചെയ്യട്ടെ. ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖവുമായി ബന്ധപ്പെട്ട് ഉയർന്ന PR ആരോപണങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി നൽകി. താനോ സർക്കാരോ ഇത്തരമൊരു ഏജൻസിയെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു PR ഏജൻസിയും ബന്ധപ്പെട്ടിട്ടില്ല. ഒരു PR ഏജൻസിയും ഞങ്ങളുടെ ചുമതലയിൽ ഇല്ല. ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുമില്ല. നിങ്ങൾ പറഞ്ഞല്ലോ പൈസ കൊടുത്തത് എത്രയാണ്. ഒരു പൈസയും ഞങ്ങൾ ഒരു ഏജൻസിക്കും കൊടുത്തിട്ടുമില്ല. ആകെ ബന്ധപ്പെട്ടത് ഈ പറഞ്ഞ നമ്മുടെ ദേവകുമാറിൻ്റെ മകനാണ്. അയാൾ ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് സമ്മതിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻ്റർവ്യൂ നടന്നത്. PV അൻവറിന്റെ ആരോപണങ്ങൾ അവജ്ഞതയോടെ തള്ളിക്കളയുന്നുവെന്നും തന്റെ ഓഫീസിലുള്ളവർ സംശയത്തിന്റെ നിഴലിലല്ലെന്നും മുഖ്യമന്ത്രി അൻവറിന് മറുപടിയും നൽകി. രാഷ്ട്രീയ കേരളം ഏറെ ഉറ്റുനോക്കിയതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം. മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം.